എന്തുകൊണ്ടാണ് BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നത്? ഈ പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വെച്ച ഈ 17 ആവശ്യങ്ങൾ, അതിനോട് BMSന്റെ ഒരു സമീപനം എന്താണ്? അതിൽ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് തൊഴിൽ നിയമം, 4 തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡിമാൻഡ്. അപ്പൊ ഇന്നത്തെ ഒരു വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനായ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇന്ന് ഇന്റർവ്യൂ കൊടുത്തു. കേരളത്തിൽ ഈ നിയമം ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ചർച്ചയുടെ വലിയ ആകസ്മികത എന്ന് പറയുന്നത്, ഞാനും എന്റെ 2 സുഹൃത്തുക്കൾ ശ്രീ KN ഗോപിനാഥും അതുപോലെ VD ജോസഫും, ഞങ്ങൾ 3 പേരും ഉൾപ്പെടുന്ന കേരളത്തിലെ ലേബർ സെക്രട്ടറിയും ലേബർ കമ്മീഷനും അടക്കം പങ്കെടുക്കുന്ന ചർച്ചയിൽ കേന്ദ്രം പാസാക്കിയ ആ നിയമം കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി റൂൾ ഫ്രെയിം ചെയ്ത സ്റ്റേറ്റാണ് കേരളം. എന്ന് പറഞ്ഞാൽ കേന്ദ്രം നിർമ്മിച്ച ആ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ, ഞങ്ങൾ 3 പേരും അടങ്ങുന്ന സമിതി ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യം കേരളത്തിൽ പാസാക്കാൻ തീരുമാനിച്ച് കേന്ദ്രത്തിന്റെ കയ്യടി വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഒന്നാമത്തെ കാര്യം. രണ്ട് ഇവര് പറയുന്നുണ്ടല്ലോ, ഈ കാർഡടിച്ച് വെടിവെക്കുന്നത്. എന്റെ സുഹൃത്തുക്കളൊന്ന് സ്പെസിഫിക് ആവുക. 1948 കൊണ്ടുവന്ന മിനിമം വേജ് ആക്ട് ആണ്. 52 നടപ്പായി. ഈ 75 വർഷമായി രാജ്യത്ത് മിനിമം വേജ് നടപ്പാക്കിയ ശതമാനം എത്രയാണെന്ന് അറിയോ? 43 കോടി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, വെറും 7%. ഇന്ന് എന്താ ഈ ഗവൺമെന്റ് ചെയ്യുന്നത്? 7% മാത്രം രാജ്യത്ത് കിട്ടുന്നത്. അതായത് ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ നോൺ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ പല കാറ്റഗറിയിൽ പെട്ടിട്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് മിനിമം വേജസ് കിട്ടാത്ത ബാക്കി 93% തൊഴിലാളികളുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റ് ചെയ്തത് വേജ് കോഡ് എന്ന് പറയുന്ന ചരിത്രപരമായ ആ കോഡിലൂടെ രാജ്യത്തെ എല്ലാ തൊഴിലാളിക്കും, ഒരു തൊഴിലാളി പോലും ഇല്ലാതെ രാജ്യത്തെ മുഴുവൻ തൊഴിലാളിക്കും മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ഫ്ലോർ വേജസ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനല്ല. ഇപ്പൊ സ്റ്റേറ്റിൽ, ഈ കേരള സ്റ്റേറ്റില് മിനിമം വേജസ് കൂടുതലാണെങ്കിൽ ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല. അപ്പൊ ഭാഗികമായി കേന്ദ്രം, അത് മാത്രമല്ല, കേന്ദ്രത്തിന് ചട്ടം ഉണ്ടാക്കി. കേന്ദ്രത്തിൽ അതിന് ഈ മിനിമം വേജസ് നിശ്ചയിക്കുന്നതിന് കമ്മിറ്റി, കൺകറൻസ് ലിസ്റ്റിലായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്മിറ്റി. അപ്പൊ വ്യവസ്ഥാപിതമായി രാജ്യത്തെ 100% തൊഴിലാളിക്കും വേജസ് കിട്ടണമെന്ന് പറയുന്ന ആദ്യത്തെ കോഡിന്റെ പേരാണ് വേജ് കോഡ്. ആ കോഡിനെ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ തള്ളിക്കളയാൻ പറയുന്നത്? എന്താണ് അതിന്റെ ലോജിക്ക്? ഈ ലോജിക്ക് ചോദിച്ചാൽ ഒരക്ഷരം പറയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറുപടിയില്ല. 2, സോഷ്യൽ സെക്യൂരിറ്റി. അത് ഈ വിഭാഗത്തെ അൺഓർഗനൈസ് സെക്ടറിലെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് ആരും ബാധകമല്ല. അവിടെ മുഴുവൻ അസംഘടിത മേഖലയിലെ തൊഴിലാളിക്കും സോഷ്യൽ സെക്യൂരിറ്റി ഈ കോഡിലൂടെ ഉറപ്പാക്കുകയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ESIയില് 10 തൊഴിലാളി ഉണ്ട്, അവർക്ക് ESI ഉണ്ടെങ്കിൽ നടപ്പാക്കേണ്ടത് അവിടുത്തെ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, ഈ നിയമം അനുസരിച്ച് മാനേജ്മെന്റ് ESI ആ തൊഴിലാളി ആക്കുന്നില്ല എങ്കിൽ തൊഴിലാളി നേരിട്ട് ആശുപത്രിയിൽ പോയാൽ ആ മാനേജ്മെന്റിന്റെ പുറത്ത് ശിക്ഷാ നടപടി സ്വീകരിക്കും. അടുത്തത്, ഒരു കോൺട്രാക്ട് കരാർ തൊഴിലാളിക്ക് ഇന്ന് ബോണസ് കിട്ടുന്നില്ല. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ കോൺട്രാക്ടർ കൊടുത്തു വരില്ല. ഈ നിയമം അനുസരിച്ച് ആ കോൺട്രാക്ടർ കരാർ തൊഴിലാളിക്ക് ബോണസ് കൊടുത്തില്ലെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഈസ് ദ സോൾ റെസ്പോൺസിബിലിറ്റി. ആ നിയമം കൊണ്ടുവന്നു. ഇൻസ്പെക്ടർമാരുടെ പിടിയിലായിരുന്ന തൊഴിൽ മേഖല ഇൻസ്പെക്ടർ രാജ് മാറ്റിക്കൊണ്ട് തൊഴിലാളിക്ക് നേരിട്ട് കോടതി പോകാനുള്ള അവകാശം കൊണ്ടുവരുന്നു. അപ്പൊ ഈ ആകാശത്തേക്ക് വെടിവെക്കുന്നതിന് പകരം കൃത്യമായപ്പോ ഇതാണ് പ്രശ്നം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇത് കൃത്യമായി ഏതിനെ തള്ളിക്കളയണം, ഏതിനെ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഒരു നയസമീപനം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിലുള്ളത്. മറ്റൊന്ന്, നമ്മളിപ്പോ ഈ നോക്കൂ, കൃഷിക്കാരെ കുറിച്ചുള്ള ആവരാതി വരുന്നുണ്ടല്ലോ. കേരളത്തിലെ കർഷകന്റെ സ്ഥിതി എന്താ? കർഷക തൊഴിലാളി അവൻ 20 രൂപ അവന്റെ അംശാദായം അടച്ച് അവൻ പെൻഷൻ ആകുമ്പോ പ്രതിമാസം പെൻഷൻ കിട്ടണം. ഗ്രാറ്റുവിറ്റി അടക്കം ചില അതിന് അതിവർഷ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ചില ആനുകൂല്യങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സഹായം കൊടുക്കണം. ഇങ്ങനെ ചില തീരുമാനമുണ്ട്. 2015 ശേഷം 10 വർഷമായി കർഷക തൊഴിലാളി പെൻഷനായി പോയ ആളുകൾക്ക് ലജ്ജ കൊണ്ട് പറയാൻ മരണസഹായം കൊടുക്കാൻ പറ്റുന്നില്ല. ഇവരാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നത്.